ഒരു വാം ഗുഡ് മോർണിംഗ് ടു ആൾ. നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. തൈക്കാട് സയൻസ് അക്കാഡമിയുടെയും വിസ്ഡം കോളേജിൻ്റെയും ജോയിൻ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് മോഡ്യൂളിലോട്ട് എല്ലാ വിദ്യാർത്ഥിനികൾക്കും സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത്. ഞാൻ രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സ്റ്റാർട്ടപ്സ് ആൻഡ് ഇന്നോവേഷനായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെൻറ് ഓഫ് കേരളയുടെയും പല പ്രോജക്റ്റിൻ്റെയും മെൻറ്ററായിട്ടും റിസോഴ്സ് പേഴ്സണായിട്ടും വർക്ക് ചെയ്യുന്നു. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു മോഡ്യൂൾ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്സിൻ്റെ ഫണ്ടമെൻ്റൽസിനെ കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളുമായിട്ട് സ്പെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണ്. മെയിൻ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആണ്. അപ്പോൾ മെഷർമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ഫിസിക്സ് എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് ഫിസിക്സ്? യു നോ ദാറ്റ് the physics is a branch of science which deals with the study of natural phenomena. നാച്ചുറൽ ഫിനോമിനയുടെ സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് വിത്ത് ഫിസിക്കൽ അപ്പാരറ്റസ്. ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അപ്പാരറ്റസ് വെച്ചോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും വഴിയോ നമ്മളൊരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിലോഗ്രാം. ഇനി ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. ഇനി ടൈമിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്കൻഡ്സ്. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലും പറയും, കെൽവിനിലും പറയും. So the physical quantities are expressed in terms of magnitude and unit. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലും യൂണിറ്റിലുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ. ഇനി നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എന്താണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? The quantities which cannot be measured with physical apparatus or no physical apparatus is available for their measurement is called non-physical quantities. അതായത് ചില ക്വാണ്ടിറ്റീസിനെ നമുക്കൊരു ഫിസിക്കൽ അപ്പാരറ്റസ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവത്തില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇൻ്റലിജൻസ് ഓഫ് എ പേഴ്സൺ. നമ്മുടെ ബുദ്ധിയെ അളക്കാൻ പറ്റുന്ന ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇനി വരുന്ന വർഷങ്ങളിൽ അതും കണ്ടുപിടിക്കും. പിന്നെ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം. ഒരാൾക്ക് എത്രത്തോളം സന്തോഷമാണ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. മെഷർമെൻറ്റ്സ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ലെങ്ത്, ടൈം, പിന്നെ ആംഗിൾ, അങ്ങനെ ടെമ്പറേച്ചർ, ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ ദ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് കെയർഫുൾ ആൻഡ് ആക്യുറേറ്റ് കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ് ഓഫ് ദ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ കാണും. ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് ആക്യുറേറ്റ് ആയിട്ടും കെയർഫുൾ ആയിട്ടും എടുക്കുന്ന മെഷർമെൻറ്റ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിയുടെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂണിറ്റ്? ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കാൾഡ് യൂണിറ്റ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി ഒരു സ്റ്റാൻഡേർഡ് വാല്യൂമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കമ്പയർ ചെയ്യണമെന്ന്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഞ്ചസാര വാങ്ങിച്ചു.
പഞ്ചസാര വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? 1 ലിറ്റർ പഞ്ചസാര എന്നാണോ? അല്ല. കടയിൽ ചെന്നിട്ട് പറയും 1 കിലോഗ്രാം പഞ്ചസാര, 1 കിലോഗ്രാം ഷുഗർ വേണമെന്ന് പറയും അല്ലേ? ഇനി ശർക്കര, 1 കിലോഗ്രാം ശർക്കര, അരി 5 കിലോ അരി. അപ്പോൾ ഈസ് കോൾഡ് യൂണിറ്റ്. ക്ലിയർ? ഇനി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് യൂണിറ്റും ഉണ്ടായിരിക്കും മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ നമ്പർ വിച്ച് ഇൻഡിക്കേറ്റ് ഹൗ മെനി ടൈംസ് ദ യൂണിറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ 1 കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് ഇസ് എ മാഗ്നിറ്റ്യൂഡ്, കിലോഗ്രാം എന്ന് പറയുന്നത് യൂണിറ്റ്. 5 കിലോഗ്രാം എന്ന് പറയുമ്പോഴോ 5 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ്, കിലോഗ്രാം എന്ന് പറയുന്നത് യൂണിറ്റ്. ഇനി ചെന്ന് പാല് വാങ്ങിക്കുകയാണെന്ന് വെച്ചോ, പാല് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 1 ലിറ്റർ. 1 മീൻസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ലിറ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വീണ്ടും 2 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും, രണ്ടാമത്തേനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും പറയും. അപ്പം ആദ്യം നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നോക്കാം. ദ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഇൻഡിപെൻഡൻ്റ്ലി മെഷേർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്വതന്ത്രമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സ്വതന്ത്രമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ദസ് ദീസ് ക്വാണ്ടിറ്റീസ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് എക്സ്പ്രസ് വിത്തൗട്ട് ടേക്കിംഗ് ഹെൽപ്പ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. വേറെ ഒരു ക്വാണ്ടിറ്റീസിൻ്റെയും സഹായമില്ലാതെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും യൂണിറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെങ്ത്. നിങ്ങൾ കടയിൽ ചെന്നിട്ട് കയറ് വേണം, 10 മീറ്റർ കയറ് വേണമെന്ന് പറയും അല്ലേ? 10 മീറ്റർ കയറെന്ന് പറയുന്നത് എന്താണ്? അവർ ആക്ച്വലി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുറിച്ച് തരും. പിന്നെ മാസ്, ടൈം, ടെമ്പറേച്ചർ, ദീസ് ആർ ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇനി എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് നോക്കാം. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? ദ യൂണിറ്റ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലെങ്ത് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതിനെ നമ്മുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ. മാസിൻ്റെയോ കിലോഗ്രാം. ടൈമിൻ്റെതോ സെക്കൻഡ്. ടെമ്പറേച്ചറിൻ്റെതോ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിൻ. ഓക്കെ. ഇനി ദീസ് ആർ ദ സം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നമ്മുടെ നേരത്തെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം ഇൻ സെക്കൻഡ്സ്, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, ഇലക്ട്രിക് കറണ്ട് ഇൻ ആംപിയർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ തീവ്രത. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാൻഡില. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് മോൾ. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് നിങ്ങൾ +1 സ്റ്റുഡൻസ് ഇനി മാത്സിൽ ഇത് പഠിക്കും. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. മാത്സിലായിരിക്കും കുറച്ച് കൂടുതൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. റേഡിയൻറ്റും സ്റ്റെറേഡിയനും. ദെൻ റേഡിയൻറ്റിനെ പിന്നെ ഡിഗ്രി ആക്കും, സ്റ്റെറേഡിയൻ ആക്കും. അങ്ങനെയുള്ള കുറച്ച് കാൽക്കുലേഷൻ നിങ്ങൾ മാത്സിൽ പഠിക്കും. ദ മാത്സ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഫിസിക്സ് ആൻഡ് മാത്സിനെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ടെക്നോളജിയിലാണ് ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഫ്രീക്വൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ്സ് ഹെഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർ 2 or more fundamental quantities
for their measurement and expressions are called derived quantities. അതായത് രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതെന്തായിരിക്കും, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്പീഡ്, ദെൻ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ, സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസിക്കൽ ടു എം ഇൻറ്റു എ. എം ഇൻറ്റു എ, എം എന്ന് പറയുന്നത് എന്താണ്, മാസ്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ എക്സാമ്പിൾ മീറ്റർ പെർ സെക്കൻഡ്. ഫസ്റ്റ് സ്പീഡ് എടുക്കാം. സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, മീറ്റർ എന്ന് എന്തിൻ്റെ യൂണിറ്റ് ആണ്, ലെങ്തിൻ്റെ യൂണിറ്റ്. സെക്കൻഡോ ടൈമിൻ്റെ യൂണിറ്റ്. അപ്പോൾ രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയോ അവിടെ, രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയോ അവിടെ. ഓക്കെ, ഇനി ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ ലെങ്ത്, സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ടൈമിൻ്റെ. ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ, എഫ് ഈസിക്കൽ ടു എം ഇൻറ്റു എ. അപ്പോൾ ഇതിന് എങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഇറ്റ്സ് എ സിമ്പിൾ. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർ 2 or more fundamental quantities for the measurement and the expression is called derived quantities. ഇനി റിക്വയർമെന്റ് ഓഫ് എ ഗുഡ് യൂണിറ്റ്. ഒരു ഗുഡ് യൂണിറ്റിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് റിക്വയർമെന്റ്? ദ യൂണിറ്റ് ഷുഡ് ബി ഈസി ടു യൂസ് ആൻഡ് റീഡ്. വളരെ പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റണം, പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റണം. Then second point, the magnitude should not change with respect to time, temperature, place and observer. For example, നമ്മുടെ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ കയറ് വാങ്ങിച്ചു. ആ 1 മീറ്റർ കയറ് ഇപ്പോൾ ഞാൻ ചെന്ന് കടയിൽ ചെല്ലുമ്പോൾ 1 മീറ്റർ കയറ് വേണമെന്ന് പറയും, അതിനനുസരിച്ച് മുറിച്ച് തരും. നിങ്ങൾ ആരെങ്കിലും ചെല്ലുമ്പോൾ വീണ്ടും 1 മീറ്റർ കയറ് വേണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് 1 മീറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതൊന്ന്. രണ്ട്, ഇന്ത്യയിൽ നിന്ന് 1 മീറ്റർ കയറ് വാങ്ങിച്ചു, നേരെ നമ്മൾ ചെന്നിട്ട് ദുബായിൽ നിന്ന് 1 മീറ്റർ കയറ് വാങ്ങിച്ചു. രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. എല്ലായിടത്തും ഒരുപോലത്തതായിരിക്കണം യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി ഈസിലി റീപ്രൊഡ്യൂസിബിൾ. ഇറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഈസി ടു കോപ്പി and can be produced anywhere, any quantity. ഈസി ടു റീപ്രൊഡ്യൂസ്. പെട്ടെന്ന് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ചിലവർ പറയും 1 മീറ്റർ ലെങ്ത് വേണ്ട, എനിക്ക് 50 സെൻറ്റിമീറ്റർ മതി എന്ന് പറയും. അപ്പോൾ മീറ്ററിൻ്റെ വേറൊരു വേർഷനായി സെൻറ്റിമീറ്റർ. ചിലവർ പറയും എനിക്കൊരു 10 മില്ലിമീറ്റർ മതി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈസി ടു റീപ്രൊഡ്യൂസ് ആണ്. അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. മീറ്ററിനെ മില്ലിമീറ്ററിലോട്ടോ മീറ്ററിനെ കിലോമീറ്ററിലോട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ, ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, അതാണ് അതിൻ്റെ എന്താ പറയുക, ഈസി ടു റീപ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റബിൾ വേൾഡ് വൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ലോകത്തും, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. നമ്മുടെ ഇവിടെ നിന്ന് 1 കിലോ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര വാങ്ങിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ചെന്നാലും അത് 1 കിലോ പഞ്ചസാര തന്നെ ആയിരിക്കണം. അവിടെ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. സോ ദീസ് ആർ ദ റിക്വയർമെന്റ് ഓഫ് എ ഗുഡ് യൂണിറ്റ്, ക്വാളിറ്റി ഓഫ് എ യൂണിറ്റ്. ഇനി എന്തൊക്കെ സിസ്റ്റംസ് ആണ് നമ്മുടെ ഈ യൂണിറ്റ്സിൽ യൂസ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ടുഗദർ വിത്ത് ഓൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഫോം എ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ടാക്കുന്നത്. ഫോർമർലി ദേ വേർ ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റം യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. പല രാജ്യങ്ങളിലും പല സിസ്റ്റമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സം ഓഫ് ദ മോസ്റ്റ് കോമൺ യൂണിറ്റ് സിസ്റ്റംസ് വേർ, നമ്മുടെ ഈ ലോകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 3-4 ടൈപ്പ് സിസ്റ്റംസിനെയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് CGS. CGS എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലെങ്ത്, സെക്കൻഡ് എന്ന് പറയുന്നത് മാസ്, തേർഡ് എന്ന് പറയുന്നത് ടൈം. അപ്പോൾ ലെങ്ത്, മാസ്, ടൈം, ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ വെച്ചിട്ടാണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഫസ്റ്റ് CGS സിസ്റ്റത്തിൽ C ഇൻഡിക്കേറ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്തിൻ്റെ യൂണിറ്റ് അവരത് സെൻറ്റിമീറ്റർ ആയിട്ടാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇനി G ഇൻഡിക്കേറ്റ് യൂണിറ്റ് ഓഫ് മാസ്. മാസിനെ ഗ്രാമായിട്ട് എടുത്തിരിക്കുന്നു. ലാസ്റ്റ് S എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ടെമ്പറേച്ചർ അല്ല, ടൈം. ഇപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. ക്ലിയർ? ഇനി രണ്ടാമത്തെ സിസ്റ്റം MKS സിസ്റ്റം. MKS സിസ്റ്റം എന്ന് പറയുമ്പോൾ ലെങ്തിൻ്റെ യൂണിറ്റിനെ മീറ്റർ ആയിട്ടും ദെൻ മാസിൻ്റെ യൂണിറ്റിനെ കിലോഗ്രാം ആയിട്ടും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയിട്ടും എടുത്തിരിക്കുന്നു. മൂന്നാമത്തെ സിസ്റ്റം FPS. F എന്ന് പറയുന്നത് ഫൂട്ട്. മീറ്ററിൻ്റെ ലെങ്തിൻ്റെ യൂണിറ്റ് ഫൂട്ടായിട്ടും ദെൻ മാസിൻ്റെ യൂണിറ്റ് പൗണ്ടായിട്ടും ദെൻ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് SI സിസ്റ്റം. SI സിസ്റ്റം മീൻസ് സിസ്റ്റം ഇൻ്റർനാഷണൽ. ഈ സിസ്റ്റം ഇൻ്റർനാഷണൽ എല്ലായിടത്തും ഇപ്പോൾ അക്സെപ്റ്റബിൾ ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻ്റർ conversation of units and to have uniformity in the unit used in all over the world. ലോകത്തിൻ്റെ എല്ലായിടത്ത് പോയി കഴിഞ്ഞാലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന യൂണിറ്റിനെ ആക്കുന്നതിന് വേണ്ടിയാണ് സിസ്റ്റം ഇൻ്റർനാഷണൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് SI യൂണിറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ദെൻ ജനറലി ദ കോൺഫറൻസ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് suggested an improved metric system is called System International in 1916. അത് 1960 നമ്മുടെ ഇങ്ങനൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ആ സിസ്റ്റത്തിൽ സാധാരണ യൂസ് ചെയ്യുന്നത് ലെങ്തിന് മീറ്റർ എന്നും ദെൻ വെയ്റ്റിന് അല്ലെങ്കിൽ മാസിന് കിലോഗ്രാം എന്നും ടൈമിന് സെക്കൻഡ്സ് ആയിട്ടും ആയിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. MKS സിസ്റ്റമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇനി റൂൾസ് ഓഫ് റൈറ്റിംഗ് SI യൂണിറ്റ്. SI യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1 മീറ്റർ, ജൂൾ, ന്യൂട്ടൺ. രണ്ടാമത്തത് എഴുതിയിട്ടുണ്ട് മീറ്റർ, ജൂൾ, ന്യൂട്ടൺ എന്ന്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? ഫസ്റ്റ് ആണ് ശരി. നമ്മുടെ എപ്പോഴും യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിലെ എക്സ്പ്രസ് ചെയ്യാവൂ, ക്യാപിറ്റലൈസേഷൻ പാടില്ല. ഓക്കെ. ദിസ് ഇസ് ദ ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ നോക്കിയേ. ലെങ്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ, ദെൻ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ജൂള് വർക്ക്, ന്യൂട്ടൺ ഫോഴ്സ്. രണ്ടാമത്തതും അത് തന്നെ എഴുതിയിരിക്കുന്നത്. ഇതിലെന്താണ് ഡിഫറൻസ്? നമ്മുടെ എപ്പോഴും യൂണിറ്റ് എഴുതുമ്പോഴത്തേയും നമ്മുടെ അതിൻ്റെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ സിയും സ്മോൾ ലെറ്റർ എമ്മും എഴുതാൻ പാടില്ല. ദെൻ മീറ്റർ പെർ സെക്കൻഡ് എഴുതുകയാണെങ്കിൽ മീറ്റർ ക്യാപിറ്റൽ, എം ക്യാപിറ്റലും സെക്കൻഡ് സ്മോൾ ലെറ്ററും. അങ്ങനെ ക്യാപിറ്റലൈസേഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് എ സെക്കൻഡ് റൂൾ. ഇനി തേർഡ് റൂൾ എന്ന് പറയുന്നത് സിംഗുലർ ഫോം ഓൺലി. നമുക്കറിയാം സിംഗുലർ ഫോമും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അതിൽ സിംഗുലർ ഫോം മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാവൂ. ഓക്കെ. അതായത് എക്സാമ്പിൾ 100 kilograms. നമ്മൾ ഒരിക്കലും 100 kilograms എന്ന് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ 10 kilograms എന്ന് പറയില്ല. ഇറ്റ് വിൽ ബി റൈറ്റിംഗ്, വി ഷുഡ് റൈറ്റ് 10 kilogram. ഓക്കെ. 100 kilograms വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 കിലോന്നേ പറയൂ, അല്ലാതെ കിലോഗ്രാംസ് എന്ന് പറയില്ല. 10 കിലോ ആണെങ്കിൽ 10 കിലോന്നേ പറയത്തുള്ളൂ, അല്ലാതെ 10 kilograms എന്ന് പറയില്ല. പ്ലൂറൽസ് യൂസ് ചെയ്യത്തില്ല. ഓക്കെ. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നോ പങ്ക്ച്വേഷൻ മാർക്ക്. പങ്ക്ച്വേഷൻ മാർക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. The unit Newton meter should be written as Newton meter and not like N-meter. അല്ലെങ്കിൽ N, meter എന്ന് എഴുതാൻ പാടില്ല. ഓക്കെ. പങ്ക്ച്വേഷൻസോ അതർ ക്യാരക്ടറിസ്റ്റിക്സോ എന്താ പറയുക സിമ്പിൾസോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. സോ ദീസ് ആർ ദ റൂൾസ് ഓഫ് SI units. So today we discussed about the fundamental units, fundamentals of physics. The fundamentals of physics എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആദ്യം എന്താണ് ഫിസിക്സ്,
അതിനകത്തുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും പഠിച്ചു. ദെൻ അതിൻ്റെ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് പഠിച്ചു. ദെൻ അതിൻ്റെ റൂൾസ് ഓഫ് യൂണിറ്റ്സ് പഠിച്ചു. ദാറ്റ് മീൻസ് ദീസ് ആർ ദ ബേസിക് തിങ്സ് അല്ലെങ്കിൽ ദ ഫണ്ടമെൻ്റൽസ് ഓഫ് എ ഫിസിക്സ്. ഇത് തറവായാൽ മാത്രമേ നമുക്ക് ഫിസിക്സിൻ്റെ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ +1 +2 പഠിച്ചതിന് ശേഷം ഇനി ഹയർ ക്ലാസ്സസിന് പോകുമ്പോൾ, ഈവൻ ഡിഗ്രി ക്ലാസ്സസിനോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ ഒക്കെ പോകുമ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ എൻജിനീയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ദ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഫിസിക്സ് ആൻഡ് മാത്സ്. നിങ്ങൾ +1 +2 പഠിക്കുന്ന ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് എന്താ പറയുന്നത്, എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ ഭാവിയിൽ ഇത് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒന്നാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാവരും തറവായിട്ട് പഠിക്കുക. ദെൻ ഈ വീഡിയോ കാണുക, കണ്ടിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സോ എല്ലാവർക്കും എൻ്റെയും വിസ്ഡം കോളേജിൻ്റെയും സയൻസ് അക്കാഡമിയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം പത്തറ്റിക് അവസ്ഥയാണ്. വിദ്യാഭ്യാസ രീതി തന്നെ പല രീതിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് ചേഞ്ച് ചെയ്തു. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എന്തായാലും സയൻസ് അക്കാഡമിയും വിസ്ഡം കോളേജും അവരുടെ കുട്ടികൾക്ക് അവരുടെ റിസോഴ്സസ് മീൻസ് അവരുടെ ഏത് സബ്ജക്റ്റിലുള്ള എന്ത് അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമം. ഞാനിപ്പോൾ വളരെ എന്താ പറയുക, കണ്ടെയ്ൻമെൻറ്റ് സോണിലായതുകൊണ്ടാണ് എനിക്ക് വേറൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റാത്തത്. സോ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. സോ once upon all of you, wish you have a happy day and please keep safe. Okay, thank you.